നമസ്കാരം. അച്ഛാദിൻ ഇതാ ഇപ്പോൾ വരുമെന്ന് പറഞ്ഞ് അധികാരത്തിലേറിയ നരേന്ദ്രമോദിയും അമിത് ഷായും കസേര കിട്ടിയതോടെ മലക്കം മറിഞ്ഞു. അത് വരാൻ 1/4 നൂറ്റാണ്ടെങ്കിലും എടുക്കുമെന്ന അമിട്ടാണ് ഷാ ഒടുവിൽ പൊട്ടിച്ചത്. എന്നാൽ കേരളത്തിലെ BJPക്കാർ ഇതാ അച്ഛാദിൻ വന്നു എന്ന് പറഞ്ഞ് മമ്മൂട്ടിയുടെ പുതിയ സിനിമാ പോസ്റ്റർ ചൂണ്ടിക്കാട്ടി നിർവൃതി കൊള്ളുകയാണ്. അച്ഛാദിനിൻ്റെ വ്യാജ പതിപ്പുകൾ അവർ ഉടൻ വീടുകളിൽ എത്തിക്കുമത്രേ. പിന്നീടാരും അച്ഛാദിൻ വന്നില്ല എന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കുകയില്ലല്ലോ. എല്ലാവർക്കും അച്ഛാരാത്ത് നേർന്നുകൊണ്ട് തുടങ്ങുകയാണ്. ഡെമോക്രസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. CPIM വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ്. അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റു എന്നതുകൊണ്ട് മാത്രമല്ല, വരാൻ പോകുന്ന നാളുകളിൽ കതിരൂർ മനോജ് വധക്കേസ് മുതൽ നിരവധി കൊലപാതക കേസുകൾ അവരെ തിരിഞ്ഞുകൊത്തുന്നു എന്നതാണ്. കേന്ദ്ര സർക്കാരിനെ ഉപയോഗിച്ച് BJPയും സംസ്ഥാന സർക്കാരിനെ ഉപയോഗിച്ച് കോൺഗ്രസും തങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ കോടിയേരി പറയും. എന്തായാലും TP ചന്ദ്രശേഖരൻ വധത്തിന് ശേഷം കാര്യമായി ഒരു തെരഞ്ഞെടുപ്പ് വിജയവും സ്വന്തമായില്ലാത്ത CPIMനെ വരുംകാല തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി മറ്റു ചില കൊലപാതക കേസുകളും കാത്തിരിക്കുന്നുണ്ടത്രേ. P. ജയരാജൻ മുതൽ പല സംസ്ഥാന നേതാക്കളെയും ജയിലിലാക്കാനുള്ള പരിപാടികളാണത്രേ നടക്കുന്നത്. സംസ്ഥാനത്ത് വിവിധ സംഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് CPMന്റെ ഉന്നത നേതാക്കന്മാർ, പ്രാദേശിക നേതാക്കന്മാർ ഇത്തരം കേസിനകത്ത് തെറ്റായി പ്രതിയേർത്ത് ജയിലിലടക്കാനുള്ള ആസൂത്രിതമായ നീക്കമാണ് BJPയും കേന്ദ്ര ഗവൺമെൻറ് ഉപയോഗിച്ചുകൊണ്ട് BJPയും സംസ്ഥാന ഗവൺമെൻറ് ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസും കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരരയും നടക്കാത്തത് ഞാൻ ചെയ്യുവാണ്. ഇപ്പോൾ മനോജ് വധക്കേസിൽ എല്ലാ അന്വേഷണവും പൂർത്തിയായി കഴിഞ്ഞു. BJPയുടെ ആവശ്യമാണ് അവിടുത്തെ ജില്ലാ സെക്രട്ടറിയെ ആ കേസിൽ പ്രതിയേർക്കണം. BJP ഉന്നയിച്ചിരിക്കുന്ന RSS ഉന്നയിച്ചിരിക്കുന്ന പരസ്യമായ ആവശ്യം നടപ്പാക്കുന്നതിന് വേണ്ടി CBIയെ ഒരു ചട്ടുകമായി ഉപയോഗിക്കുകയാണ്. ഇനി നീ എങ്ങാനും CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ കാരായി രാജനെയും ചന്ദ്രശേഖരനെയും കേസിൽ പ്രതിയാക്കി അവർ 2 വർഷം ജയിലിൽ കിടന്നു. ജാമ്യം ലഭിച്ചതിന് ശേഷം അവർക്ക് കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ എറണാകുളം ജില്ല വിട്ടുപോകാൻ പാടില്ല. കണ്ണൂർ ജില്ലക്കാരാണ് ഇവർ രണ്ടുപേരും. 3.5 വർഷമായി അവർക്ക് സ്വന്തം പ്രദേശത്ത് കടക്കാൻ കഴിയുന്നില്ല. ജില്ലയിൽ നിന്ന് പുറത്താക്കുക ഇടതുപക്ഷ പ്രവർത്തകന്മാരെ. ഇതൊന്നും തന്നെ ഭരണകക്ഷിക്കാർക്കോ BJPക്കാർക്കോ ബാധകമല്ല. ഇപ്പോൾ 2 കേസിലധികം പ്രതിയായ ആളുകളെ പേരിലാണ് നടപടിയെടുക്കുന്നതെങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പെട്ട 2 കേസിലധികം പ്രതികളായവരുടെ പേരിൽ നടപടിയെടുക്കണ്ടേ? ഒരു കുടക്കീഴിൽ കോടിയേരിയും പിണറായിയും നടന്നിട്ടൊന്നും കാര്യമില്ല. അരുവിക്കരയിൽ പിണറായിയും VSും ഇങ്ങനെ നടക്കുമോ എന്ന് ചോദിച്ചവരുണ്ട്. എന്നാൽ അതുകൊണ്ടൊന്നും കൊലക്കേസുകളുടെ പേരിലുള്ള സംശയകരമായ സാഹചര്യം ഇല്ലാതാക്കാനാകില്ല. രാഷ്ട്രീയ കൊലപാതകങ്ങളിന്മേൽ ഏതു തരത്തിലുള്ള വാദത്തിനു പോയാലും പാർട്ടി കുഴപ്പത്തിലാകും. കതിരൂർ മനോജ് വധക്കേസിൽ CBI അറസ്റ്റ് ചെയ്യാൻ ഇടയുണ്ട് എന്ന് കരുതി കണ്ണൂർ ജില്ലാ സെക്രട്ടറി P. ജയരാജൻ ചികിത്സയുടെ പേരിൽ ഒളിവിലാണെന്നൊക്കെ ചിലർ പറഞ്ഞു പരത്തുന്നുണ്ട്. പണ്ടേ ശത്രുവായ K. സുധാകരനൊക്കെ ഇതിൽ പരമൊരു സന്തോഷമുണ്ടോ? നിങ്ങളുടെ ജില്ലാ നേതാവ് ജില്ലാ സെക്രട്ടറി P. ജയരാജൻ ലീവിലാണത്രേ. കേന്ദ്ര സർക്കാർ സർവീസിലാണ് ജോലി. അദ്ദേഹം ലീഗിന് അപേക്ഷിച്ചു. അദ്ദേഹം ഇപ്പോ അജ്ഞാതമായ സ്ഥലത്താണ്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി അദ്ദേഹം ജനത്തെ കണ്ടിട്ടില്ല, പാർട്ടിക്കാരെ കണ്ടിട്ടില്ല, വക്കീലിനെ പോലും കണ്ടിട്ടില്ല. പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സ എന്ന വ്യാജേന ഏതോ മുറിക്കകത്ത് താമസിച്ച് കാണാൻ പോയ വക്കീലിനെ പോലും കാണാൻ അനുവദിക്കാതെ
ഹൃദയ ശസ്ത്രക്രിയക്ക് വിധേയനായി എന്ന് കാപട്യം പറഞ്ഞ്, കളവ് പറഞ്ഞ്, നുണ പറഞ്ഞ്, ഒരു കള്ളക്കഥ മെനഞ്ഞെടുത്ത് ഒരു ചികിത്സക്കും വിധേയനാകാതെ ലീവെടുത്ത് ഇന്ന് ആരും കാണാൻ സാധിക്കാത്ത അദൃശ്യമായ ഒരു മേഖലയിലേക്ക് താമസം മാറ്റിയിരിക്കുന്നു. എന്തുകൊണ്ടെന്നറിയാമോ? അദ്ദേഹം ഉപ്പ് സത്യാഗ്രഹത്തിന് പോയിട്ട് അദ്ദേഹം ശിക്ഷിക്കാൻ പോകുന്നു. പോലീസ് പിടിക്കാൻ വരുവാണ് അദ്ദേഹം. പി ജയരാജന്റെ പ്രസംഗമൊക്കെ എന്താണ്? മാനുഷിക സ്നേഹം നിറഞ്ഞു തുളുമ്പുന്ന വാക്കുകൾ. സമാധാനപ്രിയനായ പി ജയരാജൻ, ഒരാളെ നോക്കി വേദനിപ്പിക്കാൻ പോലും മനസ്സില്ലാത്ത നേതാവ്. അദ്ദേഹം സാന്ത്വന പരിപാലനം, യോഗ, പച്ചക്കറി, ഇതൊക്കെയായി അദ്ദേഹം ഈ രാജ്യത്തെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്ത് അങ്ങനെ വിരാജിക്കുകയാണ്. അദ്ദേഹം ഒളിവിലാണ് എന്ന് ഈ രാജ്യത്തിലെ CPM-കാരൻ അറിയണം. ജയരാജൻ ഒളിവിലാണോ? ഇനിയിപ്പോൾ അണ്ടർഗ്രൗണ്ടിലേക്ക് എങ്ങാനും പോയോ? അരുവിക്കരയിൽ പിണറായി വിജയൻ അണ്ടർഗ്രൗണ്ടിലായിരുന്നല്ലോ. അനുയായികളും ആ വഴി തെരഞ്ഞെടുത്ത് പാർട്ടിയെ ഔന്നത്യത്തിൽ എത്തിക്കാനുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോവുകയാണോ? പറശ്ശിനി മഠപ്പുരയിൽ നിന്ന് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് CPM-കാരുടെ അണ്ടർഗ്രൗണ്ട് രൂപം മാറി എന്നാണ് പി രാമകൃഷ്ണന്റെ പറച്ചിൽ. അണ്ടർഗ്രൗണ്ടിൽ പോകുന്നവരൊക്കെ മാർസിസ്റ്റുകാരാ. അണ്ടർഗ്രൗണ്ട് പാരമ്പര്യമാ മാർസിസ്റ്റ് മുനിസിപ്പാലിറ്റിക്കുള്ളത്. ഒരൊറ്റ കോൺഗ്രസ്സുകാരനും അങ്ങനെ നാട് വരേണ്ടി വന്നിട്ടില്ല, അണ്ടർഗ്രൗണ്ടിൽ പോകേണ്ടി വന്നിട്ടില്ല. ഇപ്പൊ നേരത്തെ സുധാകരൻ പറഞ്ഞില്ലേ, നമ്മുടെ ജയരാജ സഖാവ് മെഡിക്കൽ കോളേജിൽ അണ്ടർഗ്രൗണ്ടിലാണ്. 48-ൽ പറശ്ശിനി മഠപ്പുര ക്ഷേത്രമാണ് മാർസിസ്റ്റുകാരുടെ അണ്ടർഗ്രൗണ്ട്. പിന്നെ കുറ്റിക്കാടുകൾ, പിന്നെ കുറുക്കന്റെ മടകൾ, അങ്ങനെയൊക്കെ അവിടെയൊക്കെ അവരുടെ പരിശീലന കളരികൾ. എന്നിട്ടെന്തായി? കിംവദന്തികൾക്കും പാപ്പരാസി വാർത്തകൾക്കും അപ്പുറത്ത് യാഥാർത്ഥ്യവും അന്വേഷിക്കണമല്ലോ. യഥാർത്ഥത്തിൽ എവിടെയാണ് പി ജയരാജൻ? പി ജയരാജൻ ഇപ്പോൾ ഒരു ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് അവിടെ പരിയാരം മെഡിക്കൽ കോളേജിൽ കഴിയുകയാണ്. അതിൻ്റെ സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ സഖാവിന് തരാം. ഹാർട്ട് ഓപ്പറേഷൻ കിടക്കുന്ന ഒരാളെ സെക്രട്ടറി ചുമതലയിൽ നിന്ന് മാറ്റി മറ്റൊരാളെ ചുമതലപ്പെടുത്തുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഹാർട്ട് ഓപ്പറേഷൻ പോലും ജില്ലാ സെക്രട്ടറി ചെയ്യാൻ പാടില്ല എന്നൊരു നിലപാട് പാർട്ടിക്ക് എടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് അയാൾ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുകയാണ്. കുറച്ചു കാലം ആശുപത്രി കഴിയേണ്ടി വരും. അതുവരെ മറ്റൊരു സഖാവിന് ചുമതല കൊടുക്കണം. ആ ചുമതല കൊടുക്കുകയാണ്. അതുകൊണ്ട് ആക്ടിംഗ് സെക്രട്ടറി എന്നുള്ള നിലയിലല്ല തെരഞ്ഞെടുത്തിട്ടുള്ളത്, ചുമതല കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ആശുപത്രിയിലുള്ള ഒരാളെക്കുറിച്ച് കെ സുധാകരനും VM സുധീരനും മറ്റും ഇങ്ങനെ അപരാധം പറഞ്ഞ് നടക്കരുത്. എന്തുകൊണ്ടാണ് CPIM ഇങ്ങനെ ആയത് എന്ന് ചോദിക്കുന്നവരും നാട്ടിലേറെയുണ്ട്. രാഷ്ട്രീയ കൊലപാതകങ്ങളെക്കുറിച്ച് പറയുമ്പോൾ എതിരാളികൾ നടത്തിയ കൊലപാതകങ്ങളെക്കുറിച്ചും ചരിത്രത്തിൽ തലയുയർത്തി നിൽക്കുന്ന രക്തസാക്ഷികളെക്കുറിച്ചും പറഞ്ഞാണല്ലോ പാർട്ടി തലയുയരാറുള്ളത്. എന്നാൽ കെ സുധാകരൻ വളഞ്ഞ മോന്തായത്തെക്കുറിച്ചാണ് പറയുന്നത്. പിണറായി വിജയൻ വളഞ്ഞാൽ പി ജയരാജൻ മാത്രമല്ല കാരായിമാർ വരെ വളയുമത്രേ. രണ്ട് കാരായിമാർ ഈ നാട്ടിൽ കാലുകുത്താൻ പാടില്ലാത്ത വിധം രണ്ട് കാരായിമാർ ഒളിവിൽ താമസിക്കുന്നു. ഫസൽ കൊലക്കേസിലെ രണ്ട് കാരായിമാർ, കാരായി രാജനും കാരായി ചന്ദ്രശേഖരനും തലശ്ശേരി വന്നൂടാ, പാനൂരിൽ വന്നൂടാ. നാടെനിക്ക്, നഗരമെനിക്ക്, പകലെനിക്ക്, നടന്നൂടാ എന്ന് പറയുന്ന കുറുക്കനെ പോലെ ഇതേ കാരായിമാർ കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ നിന്ന് പുറത്ത് താമസിക്കുന്നു. എന്തിനാ? കൊലക്കേസിലെ പ്രതികളായിട്ടാ. CPM-ന്റെ ഏത് നേതാക്കളാ കൊലക്കേസിലെ പ്രതികളല്ലാത്തവർ? കണ്ണൂർ ജില്ലയിലെ അക്രമ രാഷ്ട്രീയത്തിന് തിരികൊളുത്തിയ വാടിക്കൽ രാമകൃഷ്ണൻ കൊലക്കേസിൽ മഞ്ഞ മുണ്ടും നീല ഷർട്ടും മഞ്ഞ മുണ്ട് കുത്തിക്കെട്ടി കയ്യിൽ വാളെടുത്ത് വാടിക്കൽ രാമകൃഷ്ണനെ വെട്ടിക്കൊല്ലാൻ മുൻപിൽ നിന്ന പിണറായി വിജയന്റെ ഡ്രാക്കുളമാരുടെ പാർട്ടിക്കകത്ത് ആരാണോ കേസിൽ പ്രതിയല്ലാത്തവർ? എല്ലാ നേതാക്കന്മാരും കേസിലെ പ്രതികളാ. ഒരു ക്രിമിനൽ പാർട്ടി, ഒരു ക്രിമിനൽ പാർട്ടി. മോന്തായം വളഞ്ഞാൽ 64 വളയും, പിണറായി വിജയൻ വളഞ്ഞാൽ പിന്നെ 64 വളയില്ലേ? കോൺഗ്രസുകാരെല്ലാം കൂടി കവലപ്രസംഗങ്ങളിൽ CPIM ആക്രമണത്തെക്കുറിച്ച് പറഞ്ഞിട്ട് വല്ല കാര്യവുമുണ്ടോ? ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയോട് നടപടിയെടുക്കാൻ പറഞ്ഞാൽ പോരെ? കണ്ണൂരിൽ ചെന്നിത്തലയുടെ ഏർപ്പാടുകൾ സ്വീകാര്യമാകാത്ത സാഹചര്യത്തിലാണ് അക്രമ രാഷ്ട്രീയത്തിനെതിരെ VM സുധീരനും പാർട്ടിയും രംഗത്ത് വന്നത്. സുധീരൻ ഇമേജ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണെന്ന് ഐ ഗ്രൂപ്പുകാർ പറയും. യഥാർത്ഥത്തിൽ സുധീരന്റെ നിലപാട് ആത്മാർത്ഥതയുള്ളതാണോ? സുധീരൻ ഇന്നലെ ഉന്നയിച്ചിരിക്കുന്ന ആക്ഷേപം അദ്ദേഹത്തിന് ആഭ്യന്തര വകുപ്പിനോടുള്ള അസഹിഷ്ണുതയാണ്. അത് പരസ്യമായിട്ട് ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് പറയാൻ കഴിയാത്തത് കൊണ്ട് CPM-നെ മേലെ രണ്ടിട്ട് കുത്തുക. ആ കുത്ത് കിട്ടുന്നത് രമേശ് ചെന്നിത്തലക്കാണ്. ചെന്നിത്തലയുടെ തലക്ക് നോക്കി ഒരു അടി കൊടുക്കാൻ CPM-നെ നേരെ
ഒരാക്രമണം നടത്തുക. ഇതാണ് സുധീരൻ ഇന്നലെ ചെയ്തിട്ടുള്ളത്. സുധീരൻ KPC പ്രസിഡന്റ് എന്ന നിലയിൽ ഒളിയമ്പ് പ്രയോഗിക്കുന്നതിന് പകരം ആഭ്യന്തര വകുപ്പ് പരാജയമാണെങ്കിൽ അത് തുറന്നു പറഞ്ഞ് ആഭ്യന്തരമന്ത്രി ആ സ്ഥാനത്ത് നിന്ന് മാറ്റാനാണ് അദ്ദേഹം ഇടപെടേണ്ടത്. സുധീരനും കോൺഗ്രസുകാരും എന്തു പറഞ്ഞാലും പാർട്ടി ചില മുന്നൊരുക്കങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് പ്രവാസി വോട്ടവകാശം സംബന്ധിച്ച തർക്കത്തിൽ ജയിലിൽ കഴിയുന്ന തടവുകാർക്കും വോട്ട് ചെയ്യാൻ അനുവാദം വേണമെന്ന വാദം. ഇമെയിൽ വഴി വോട്ട് ചെയ്യാൻ പ്രവാസികൾക്ക് അനുവാദം കൊടുക്കുമ്പോൾ എന്തുകൊണ്ട് ജയിൽ പുള്ളികൾക്ക് കൊടുത്തുകൂടാ എന്നാണ് കോടിയേരിയുടെ ചോദ്യം. ഇപ്പം ജയിലിൽ കിടക്കുന്ന തടവുകാർക്ക് എന്താണ് വോട്ട് ചെയ്യാൻ പറ്റാത്തത്? അവർ അന്നേ ദിവസം ജയിലിൽ നിന്ന് പുറത്തില്ല, ജയിലിനുള്ളിലാണ് കിടക്കുന്നത്. അവർക്ക് പരോള് കൊടുക്കുന്നുണ്ടെങ്കിൽ അവരും വന്ന് വോട്ട് ചെയ്യില്ലേ? അപ്പോൾ ഇമെയിൽ വോട്ടിംഗ് ആണെങ്കിൽ അവർക്കും കൊടുത്തൂടെ? ഇങ്ങനെയുള്ള ധാരാളം പ്രശ്നങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഉയർന്നു വരാനിടയുണ്ട്. അപ്പോൾ എല്ലാ വശങ്ങളും പരിശോധിച്ചൊരു തീരുമാനം എടുക്കണം. തടവുകാർക്ക് വോട്ട് ചെയ്യാൻ സൗകര്യമുണ്ടായാൽ ഭാവിയിൽ പല നേതാക്കൾക്കും അത് ഗുണം ചെയ്യുമത്രേ. എന്തായാലും അങ്ങ് കേന്ദ്രത്തിൽ കതിരൂർ മനോജ് വധക്കേസ് പഠിക്കാൻ രാജ്നാഥ് സിംഗ് തന്നെ നേരിട്ട് രംഗത്തിറങ്ങി എന്നാണ് കേൾക്കുന്നത്. പിന്നാലെ എന്തൊക്കെ വരാനിരിക്കുന്നു? അതുകൊണ്ട് P. ജയരാജന്റെ കാര്യത്തിൽ കോടിയേരി പ്രത്യേക ശ്രദ്ധ വഹിക്കുന്നത് നല്ലത്. ഇനിയൊരു ഇടവേള, അത് കഴിഞ്ഞ് കഥാപ്രസംഗം. ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്ന കഥ ആ കുട്ട് മാറിക്കൊണ്ടു അഥവാ മാറിപ്പോയ കുട്ട്. ജഗദീപിന്റെ വായ തോർത്തുകൊണ്ട് മുഖം കെട്ടുകയാണ്. ജഗദീപൻ സംസാരിക്കാൻ കഴിയാതെ, ഒരു വാക്ക് പറയാൻ കഴിയാതെ